അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്റെ പിൻചക്രത്തിന്റെ ഭാഗത്ത് ഒളിച്ചിരുന്ന് 13കാരൻ സാഹസിക യാത്ര നടത്തി. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം സുരക്ഷിതമായി ഇറങ്ങിയപ്പോൾ 94 മിനിറ്റ് നീണ്ട അപൂർവ യാത്രയ്ക്ക് അന്ത്യമായി. ഇറാഖിലേക്ക് കടക്കാനായിരുന്നു കൗമാരക്കാരന്റെ ശ്രമമെന്നും വിമാനം മാറിക്കയറിയതാണെന്നുമാണ് വിവരം. അഫ്ഗാനിസ്ഥാന്റെ KAM എയറിന്റെ RQ4401 വിമാനത്തിലാണ് സംഭവം നടന്നത്. ഹമീദ് കർസായി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ ഡൽഹിയിൽ വന്നിറങ്ങിയ കൗമാരക്കാരൻ സുരക്ഷിതനാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളിലെ വിള്ളലാണ് സംഭവം വെളിവാക്കുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങിയതിനു ശേഷമാണ് വിമാനത്താവളത്തിലെ നിയന്ത്രിത ഏപ്രൺ പ്രദേശത്ത് കൗമാരക്കാരനെ കണ്ടെത്തിയത്. എയർപോർട്ട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവങ്ങൾ വെളിച്ചത്ത് വന്നത്. പ്രായപൂർത്തിയാകാത്തതിനാൽ നിയമ നടപടി ഉണ്ടാകാനിടയില്ല. സമാന സംഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിജീവനം അപൂർവമാണെന്ന് രേഖകൾ പറയുന്നു. 1996-ൽ ഇന്ത്യയിൽ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് സാഹസിക യാത്ര നടത്തിയ സഹോദരന്മാരിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ വിമാനത്തിലാണ് പ്രദീപ് സൈനി, വിജയ് സൈനി എന്നിവർ കയറിക്കൂടിയത്. ഹീത്രോ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇളയ സഹോദരൻ മരിക്കുകയായിരുന്നു. അതികഠിനമായ തണുപ്പാണ് പലപ്പോഴും ഇത്തരം യാത്രകൾക്ക് മുതിർന്നവരുടെ ജീവനെടുക്കാറുള്ളത്. എന്നാൽ വീൽബേയിൽ ചക്രങ്ങൾ തിരികെ എത്തിക്കഴിഞ്ഞ് ഡോറുകൾ അടഞ്ഞാൽ വിമാനത്തിലെ താപനില ഇവിടെയും ഉണ്ടാകുമെന്നും അതാണ് കൗമാരക്കാരൻ രക്ഷപ്പെടാൻ കാരണമെന്നും വ്യോമയാന വിദഗ്ധൻ മോഹൻ രംഗനാഥൻ വ്യക്തമാക്കി.